ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മുടെ A to Z സീരീസിലെ പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണല്ലേ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് സാലറി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ പെർസെൻറ്റേജിൽ തന്നെ സാലറി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കുറച്ച് നമ്മൾ ചെയ്ത് നോക്കി. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സാലറി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ്. അപ്പോൾ സാലറി ബേസ്ഡ് ആയിട്ടുള്ള കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മുഴുവനായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. സാലറി ഓഫ് എ ഈസ് 37.5% ഓഫ് ദ ടോട്ടൽ സാലറി ഓഫ് എ ആൻഡ് ബി. അതായത് എൻ്റെയും ബിൻ്റെയും ടോട്ടൽ സാലറി ഉണ്ടോ, രണ്ടാളുടെയും കൂടിയിട്ടുള്ള സാലറിയുടെ 37.5% എന്റെ സാലറി. B saves 60% of his salary and the total savings of A and B is 50% of their total income. അതായത് ബിന്റെ മാത്രം സേവിങ്സ് എടുത്തു കഴിഞ്ഞാൽ ബിന്റെ വരുമാനത്തിന്റെ 60% ബി സേവ് ചെയ്യും. ഇനി ടോട്ടൽ സേവിങ്സ് എയും ബിയും കൂടി ഒരുമിച്ച് അവരുടെ രണ്ടാളുടെയും സേവിങ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഇൻകത്തിന്റെ 50% ആണ്. Their average expenditure is, രണ്ടാളുടെയും കൂടിയിട്ടുള്ള ആവറേജ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ₹60,000 ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ സാലറി ഓഫ് എ ആൻഡ് ബി? ടോട്ടൽ സാലറി എന്താണ്? അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെ ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ അവസാനത്തെ ഈ രണ്ടുപേരും മാത്രമേ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ വെറുതെ തന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാനുള്ളത് A and B is 50% of their total income and their average expenditure is 16,000. ഇത് മാത്രം, ഈ രണ്ട് ഡാറ്റ മാത്രം മതി ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ലെങ്തി ആയിട്ട് കാണുമ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. പക്ഷേ കാര്യമായിട്ട് ഒന്നുമില്ല ഇതിൽ ചെയ്യാൻ. രണ്ട് സ്റ്റെപ്പ് കൊണ്ട് ആൻസർ കിട്ടും. എന്താ പറഞ്ഞിരിക്കുന്നത്, എൻ്റെയും ബിൻ്റെയും സേവിങ്സ് എന്ന് പറയുന്നത് അവരുടെ രണ്ടാളുടെ ഇൻകം ഉണ്ടല്ലോ അതിൻ്റെ പകുതിയാണ്. 50% പറഞ്ഞാൽ പകുതിയാണ്. അപ്പോൾ വരുമാനത്തിൽ രണ്ടാളുടെയും കൂടി വരുമാനത്തിൻ്റെ പാതിയാണ് രണ്ടാളുടെയും കൂടിയിട്ടുള്ള സേവിങ്സ്. ഇത്രയും മനസ്സിലായല്ലോ. എക്സ്പെൻഡിച്ചറോ, അപ്പോൾ പകുതി രണ്ടാളുടെ കൂടി വരുമാനം എടുത്തു കഴിഞ്ഞാൽ പകുതി സേവിങ്സ് ആയിട്ട് പോവും, പകുതി എക്സ്പെൻഡിച്ചർ ആയിട്ട് പോവും. ആ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, ആവറേജ് എക്സ്പെൻഡിച്ചർ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കാണാം. അപ്പോൾ ആവറേജ് എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ എങ്ങനെയാണ് ആവറേജ് കാണുന്നത്? അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ മാർക്സിൻ്റെ ആവറേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ മാർക്ക് ബൈ എത്ര എണ്ണമാണുള്ളത്, നമ്പർ, ഇതാണ് ആവറേജ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? രണ്ട് പേരുടെയും കൂടി ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ പാതിയാണ്, 2 16,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാ? 32,000 അല്ലേ. 32,000 ആണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, 50% സേവിങ്സിന് പോയി, 50% എക്സ്പെൻഡിച്ചറിന് പോയി. അതായത് പാതി സേവിങ്സും പാതി എക്സ്പെൻഡിച്ചറുമാണ്. അപ്പോൾ എന്തിൻ്റെ പാതി? വരുമാനത്തിൻ്റെ പാതിയാണ് എന്ത്, 32,000. ടോട്ടൽ സാലറി അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ എടുത്താൽ പോലെ സാലറി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര കിട്ടും? 64,000. ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Aman has some money left after spending 25%, 15%, 13% of monthly salary on rent, electricity, shopping respectively. അതായത് തൻ്റെ അമ്മ എന്ന് പറയുന്ന ആള് തൻ്റെ മന്ത്ലി സാലറിയിൽ നിന്ന് എത്ര, 25% ഏതിന് വേണ്ടിയിട്ട്, റെൻറ്റിന് വേണ്ടിയിട്ട്, 15% ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട്, 30% ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും ചിലവാക്കി. ഇനി ബാക്കിയുള്ളതിൽ ദ റിമൈനിങ് മണി വിത്ത് അമൻ ഇൻക്രീസസ് ബൈ 16.67% when a friend gives him 4,500. അതായത് ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടല്ലോ, ഇത്രയും പെർസെൻറ്റേജ് 25%, 50%, 30% ഒക്കെ ചിലവാക്കി പോയി. ബാക്കിയുള്ളതിൽ ഒരു ഫ്രണ്ട് 4,500 രൂപ കൊടുത്തപ്പോൾ, ബാക്കിയുള്ളതിൻ്റെ കൂടെ 4,500 ചേർത്തപ്പോൾ മൊത്തത്തിൽ എത്ര ഇൻക്രീസ് ആയി? 16.67% ഇൻക്രീസ് ആയി. എങ്കിൽ വാട്ട് ഈസ് ഹിസ് മന്ത്ലി സാലറി? അപ്പം മന്ത്ലി സാലറി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എത്ര രൂപ എക്സ്പെൻഡിച്ചറായി, അതായത് ചിലവായി പോയി? 25%, 15%, 30% അല്ലേ, 70%. സോ 70% അയാൾക്ക് ചിലവായി പോയി.
അപ്പോൾ ബാക്കി എത്രയുണ്ട്? 30% ഉണ്ട് അല്ലേ? അല്ലേ? ഇനി ഈ 30% കൂടെ ഈ 4500 ചേർത്തിയപ്പോൾ അത് 30ന്റെ കൂടെ 16.67% കൂട്ടിയതിന് 30ന്റെ 16.67% കൂടിയെന്നാണ് പറയുന്നത്. അതായത് 16.67% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയാലോ 1/6 ആണ്. അതായത് 6 ആയിരുന്നു, 1 കൂടി, ഒന്നും കൂടി കൂടി, അപ്പൊ 6+1 7 അപ്പൊ 30 ആയിരുന്നു, 4500 കൂട്ടിയപ്പോ എത്രയോ പെർസെൻറ്റേജ് ആയി മാറി. എത്രയാണെന്ന് നമുക്കറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഈ 6ന്റെ സ്ഥാനത്ത് എന്താണ്? 30 ആയിരുന്നു, 6 ആയിരുന്നത് 7 ആയി. അപ്പൊ 30 ആയിരുന്നത് എത്രയാവും എന്നാണ് നമ്മുടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ 6ന് 30 ആക്കണമെങ്കിൽ × 5 അല്ലേ? × 5 ചെയ്താൽ 30 ആവും. സോ 2 ഭാഗത്തിന് × 5 ചെയ്യണം. സോ 30, ഇവിടെ 35. സോ 4500 ചേർത്തിയപ്പോൾ 5% ഡിഫറൻസ് വന്നത്. ഈ ടോട്ടൽ സാലറിന്റെ 5% ഡിഫറൻസ് വന്നത്. 30 ഉണ്ടായിരുന്നത് 35 മാറി. അപ്പൊ ഈ 5% ഡിഫറൻസ് ആരാ ഉണ്ടാക്കിയത്? ഈ 4500 ആണ്. 5% ഡിഫറൻസ് ആരാ ഉണ്ടാക്കിയത്? 4500. ഈ 4500 എന്ന് പറയുന്നത് 5% ആണെങ്കിൽ 100% എത്ര? എത്ര വരും? 90,000. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആൻസർ 90,000 ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഹാഡ് എ സർട്ടൈൻ എമൗണ്ട്. കുറച്ച് പൈസ ആളുടെ അടുത്തുണ്ട്. ഹി ഇൻവെസ്റ്റഡ് 5/6 ഓഫ് ഇറ്റ് ഇൻ ഷെയർസ്, 5% ഓഫ് ഇറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്, 10% ഓൺ ഡിബഞ്ചേഴ്സ്. അതായത് 5/6 മണിയുടെ 5/6 ഷെയറിലും 5% മ്യൂച്വൽ ഫണ്ട്സിലും ബാക്കി 10% ഡിബഞ്ചേഴ്സിലും ഇട്ടു. ഓക്കെ, ആൻഡ് കെപ്റ്റ് ദ റിമൈനിങ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ഉണ്ടല്ലോ, അതാണ് 850 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പൈസ ചിലവാക്കി ബാക്കി എത്രയുണ്ട്? 850 രൂപ. ഇഫ് ഹി ഗോട്ട് ഇൻട്രസ്റ്റ് അറ്റ് 10% ഫോർ എ ഇയർ ഓൺ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൽ 10% ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ 10% പലിശയായിട്ട് 1 വർഷം കിട്ടും എങ്കിൽ വാട്ട് എമൗണ്ട് ഡിഡ് ഹി ഗോട്ട് ആസ് ഇൻട്രസ്റ്റ്? പലിശ എന്ന രീതിയിൽ, പലിശ എന്നതിൽ എത്ര രൂപയാണ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം എന്താ? 5/6 അയാൾ ഷെയർസിലിട്ടു, 5%. അപ്പോൾ 5% എന്ന് പറഞ്ഞാൽ എന്താ? 1/20 അല്ലേ? അപ്പോൾ 1/20 ഷെയറിലിട്ട് കഴിഞ്ഞു. 10% എന്ന് പറഞ്ഞാലോ 1/10. അത് ഡിബഞ്ചേഴ്സിലും ഇട്ട് കഴിഞ്ഞു. ബാക്കി എത്രയുണ്ട്? 850. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 5/6, 1/20, 1/10. ഓക്കെ, LCM എടുത്തു കഴിഞ്ഞാൽ 30 വരും. 5, 25. സോറി, LCM 60 ആണ്, തെറ്റിയില്ല കേട്ടോ. 60, 50 വരും, 3 വരും, 6 വരും. സോ 59/60. ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ 60 രൂപ ഉണ്ടായിരുന്നു, ഇതിൽ 59 രൂപ ചിലവായി പോയി എന്നാണ് അർത്ഥം. എത്ര? 60 രൂപയുണ്ട്, അതിൽ 59 പോയി. അപ്പം എത്ര? 1 രൂപ. അതായത് 60ന് 1 രൂപ ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ളതാണ് എന്ത്? 850. അപ്പോൾ 1/60 ആണ് എന്തെന്ന് പറയുന്നത്? ഈ 850 എന്ന് പറയുന്നത്. എങ്കിൽ ഇതിൽ ഇപ്പം 10% എത്ര? ഡിബഞ്ചേഴ്സിൽ 10% ആണല്ലോ ഇട്ടത്. അപ്പം 10% എത്ര? 1/10 എത്ര? അങ്ങനെ കണ്ടാലും മതി. 1/10 എത്ര? 1/60 850 ആണ് എങ്കിൽ 1/10 എത്ര? നേരത്തെ പോലെ തന്നെ 850/1/60 × 1/10 വരും. ഇതിനൊന്ന് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 850/10 × 60 വരും അല്ലേ? $5100. എന്താണ്? ഇതാണ് നമ്മുടെ ഡിബഞ്ചേഴ്സിലിട്ട മണി എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സിൽ എത്ര ഇട്ടു? 5100. പിന്നെന്താ? 10% ഫോർ ഇയർ. ഇതിന്റെ 10% 1 വർഷം പലിശയായിട്ട് കിട്ടുന്ന പറയുന്നത്. അപ്പൊ ഇതിന്റെ 10% എത്ര? 510. ഇതാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന മണി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസറും കിട്ടും. ഒന്ന് ശ്രദ്ധിച്ച് ഈ പെർസെൻറ്റേജിനെ ഈ ഫ്രാക്ഷനിലേക്ക് ആക്കാമെന്ന് മാത്രം, അത് മാത്രം ഒരു ചെറിയൊരു പണിയുള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് സാലറി ഓഫ് എ ഈസ് സക്സസീവ്ലി ഇൻക്രീസ്ഡ് ബൈ 18, 2/11% ആൻഡ്
55/13%. The result is same when B's salary is increased by 25%. If B's initial salary was 12,000, find A's initial salary. അതായത് സാലറി ഓഫ് എ എന്ന് പറയുന്നത് സക്സസീവ് ആയിട്ട് ആദ്യം 18.2/11% കൂടി, പിന്നെ 15.5/13% കൂടി, പിന്നെ ബിൻ്റെ 25% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടിയതുണ്ടല്ലോ, എന്റെ സക്സസീവായിട്ട് 2 പ്രാവശ്യം കൂടിയതും ബിൻ്റെ 25% കൂടിയപ്പോൾ കിട്ടിയ സാലറിയും രണ്ടും ഒന്നാണ്. ബിൻ്റെ ഇനീഷ്യൽ സാലറി 12,000 തന്നിട്ടുണ്ട് എങ്കിൽ എന്റെ ഇനീഷ്യൽ സാലറി എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം 82/11%. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ 2/11 കിട്ടും. അതേപോലെ തന്നെ 55/13% അല്ലേ, അതിന് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2/13 വരും. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രാക്ഷൻ 2/11 2/13. അതായത് ആദ്യം 11 ഉണ്ടായിരുന്നു, പിന്നെ അത് കൂടി എത്രയാ 13 മാറി. അതിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്. പിന്നെന്താ 13 ഉണ്ടായിരുന്നു, പിന്നെ എത്ര 15. സോ 11 15. ഇവിടെ 13 ആയതുകൊണ്ടാണ് ഈ 11 15 ഡയറക്റ്റ് ആയിട്ട് എടുത്തത്. ഇവിടെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് വേണം. 11 എന്നുള്ളത് 13 പിന്നെന്താ 13 എന്നുള്ളത് 15. അപ്പോൾ ടോട്ടൽ ചേഞ്ച് എത്രയാ 11 എന്നുള്ളത് 15. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ സാലറി 11, രണ്ടാമത്തെ സാലറി ഇനീഷ്യൽ സാലറി, ഫൈനൽ സാലറി. ആദ്യം 11 ഉണ്ടായിരുന്നത്, പിന്നെ ഫൈനലായിട്ട് കൂടിയപ്പോൾ 15 മാറി. ഈ 15നോട് എന്താണ് ബിൻ്റെ 25% കൂടിക്കഴിഞ്ഞാൽ, സോ 12,000 ഉണ്ടല്ലോ, 12,000 25% കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് 12,000 25% കാണാം 1/4 ആണല്ലേ. അപ്പോൾ 1/4 കൂടിക്കഴിഞ്ഞാൽ എന്താണ് 30,000 വരും. അതായത് 1/4 കാണാൻ അതിൻ്റെ 3,000, 30,000 അല്ല 3,000. അപ്പോൾ 3,000 കൂടും. അപ്പോൾ 12,000 കൂടെ 3,000 കൂട്ടിക്കഴിഞ്ഞാൽ 15,000. സോ 15,000 ആണ് ബിൻ്റെ ഫൈനൽ സാലറി എന്ന് പറയുന്നത്. സോ ബിൻ്റെ ഫൈനൽ സാലറിയും എയുടെ ഫൈനൽ സാലറിയും എന്താണ് സെയിം ആണ്. അപ്പോൾ ഈ 15 ഈ 15,000 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ 11 എത്രയാണ്? അതിലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഈ 15 ഈ 15,000 എന്ന് പറയുന്നത്. സോ 15,000 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 11 എത്രയാ 11,000. ഇത്രയും. അപ്പോൾ സാലറി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഏറെക്കുറെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി വേറെ ഇതിലായിട്ട് വേറെ വീഡിയോസിലായിട്ട് നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.